തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും രൂക്ഷ വിമർശനം. സർക്കാർ പ്രതിസന്ധി നേരിടുമ്പോഴും മുഖ്യമന്ത്രിയുടെ അകമ്പടി യാത്ര തുടരുന്നത് തെറ്റായ നടപടിയെന്ന് വിമർശനം. വീണയ്ക്കെതിരായ മാസപ്പടി ആരോപണം തിരഞ്ഞെടുപ്പിലും തിരിച്ചടിയായി. മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും പൊതുചർച്ചയിൽ വിമർശനം ഉയരുന്നു. CPIM-നെതിരെ പറയാൻ ബിനോയ് വിശ്വത്തിന് മുട്ടുവിറയ്ക്കുന്നുവെന്നാണ് വിമർശനം. CPI മന്ത്രിമാരിൽ രാജൻ ഒഴികെ മറ്റ് 3 പേരുടെയും പ്രവർത്തനത്തിൽ വൻവീഴ്ചയെന്നും വിലയിരുത്തൽ. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, വിമർശനം എന്ന് പറഞ്ഞാൽ ഇത് വലിയ വിമർശനങ്ങളുണ്ട്. സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം, മകൾ വീണ വിജയനെതിരെ, മുഹമ്മദ് റിയാസിനെതിരെ. അതിനൊക്കെയും പുറമെ സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാർ പരാജയം എന്നുള്ള വിലയിരുത്തലിലേക്ക് പോകുന്നു. കെ രാജൻ ഒഴികെ മറ്റുള്ളവരുടെ ഒക്കെ പ്രവർത്തനം മോശമെന്ന വിലയിരുത്തലിലേക്ക് വരുന്നു. ഒപ്പം പാർട്ടി സെക്രട്ടറിക്കെതിരെ പോലും കടുത്ത വിമർശനമാണ്. എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ? എന്തു വിലയിരുത്തണം? CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ആദ്യ ദിനം മാത്രമാണ് പിന്നിട്ടത്. ചർച്ചയുടെ ആദ്യഘട്ടം മാത്രമാണ് പിന്നിട്ടത്. ഇന്ന് സജീവമായി ചർച്ചകൾ തന്നെ നടക്കും. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ നടക്കുമെങ്കിലും ആദ്യ ദിവസത്തിൽ തന്നെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് CPIയുടെ പ്രതിനിധി സഖാക്കൾ പാർട്ടിക്കും അതോടൊപ്പം തന്നെ മുന്നണിക്കും സംസ്ഥാന സർക്കാരിനും പ്രധാനപ്പെട്ട നേതാക്കൾക്കുമെതിരെ ഉയർത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയെയും CPI മന്ത്രിമാരെയും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ജില്ലയിലെ 15 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശനങ്ങൾ ഓരോന്നായി ഉയർത്തിവിട്ടത്. കെ രാജൻ, റവന്യൂ മന്ത്രി ഒഴികെയുള്ള മുഴുവൻ CPIയുടെ മന്ത്രിമാരും പരാജയം എന്നുള്ള നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കൃഷിമന്ത്രി P പ്രസാദ്, സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ എന്നിവരുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി എടുത്തു പറയുന്നു. വാർച്ചേരിപ്പിട്ടതുകൊണ്ട് നടന്നതുകൊണ്ട് മാത്രം വകുപ്പ് മെച്ചപ്പെടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൃഷിമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്നു. സിവിൽ സപ്ലൈസിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും ഉണ്ടാകുന്നില്ല, അത് മന്ത്രിയുടെ പരാജയം കൂടിയാണെന്ന് GR അനിലെതിരെ വിമർശനം ഉയർന്നു. മൃഗസംരക്ഷണ വകുപ്പ് എന്നുള്ളൊരു പറഞ്ഞ വകുപ്പ് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം ജനങ്ങൾക്കോ ആളുകൾക്കോ അറിയാത്ത സ്ഥിതിയാണ് എന്നുള്ള വിമർശനം ഉയർന്നു. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം CPM-ന് മുന്നിൽ മുട്ടുവിറയ്ക്കുന്നു. നിലപാടുകൾ പറയാൻ അദ്ദേഹത്തിന് മടി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ CPM-എതിരായ വിമർശനങ്ങൾ പറയാൻ മന്ത്രി കെ രാജന് പോലും കഴിയുന്നില്ല എന്നുള്ള നിലയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തായ്ക്കൊണ്ടേക്കും അതോടൊപ്പം തന്നെ മരുമകൻ മുഹമ്മദ് റിയാസിനുമെതിരായിട്ടുള്ള വിമർശനങ്ങൾ. മുഖ്യമന്ത്രിയുടെ അകമ്പടി യാത്ര സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴും ഇത്രയേറെ അകമ്പടി യാത്ര നടത്തുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്ന ശൈലിയല്ല. ട്രെയിനിൽ പോലും യാത്ര ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന നാടാണ് ഇതെന്നുള്ള കാര്യം പിണറായി വിജയൻ മറന്നുപോകരുത്. മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു. LDF-നെയും സർക്കാരിനെയും മറികടന്ന് ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരണം നടത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആകെ അവതാളത്തിലാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ ശരിയാക്കുന്നതിൽ റിയാസിന് വീഴ്ചയുണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ വീണ തായ്ക്കൊണ്ടേക്കെതിരായ മാസപ്പടി കേസ് ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം തിരിച്ചടിയുണ്ടായി. വീണയ്ക്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത്. വകുപ്പ് വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥരുടെ ഭരണം സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി വിവിധ കാര്യങ്ങളിൽ നടക്കുന്നു. പോലീസിലും വിവിധ വകുപ്പുകളിലും RSS ഗ്യാങ് പ്രവർത്തിക്കുന്നു തുടങ്ങിയ നിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ധനമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ അതിരൂക്ഷമായി തന്നെ ഇന്നത്തെ ചർച്ചകളിൽ ഉയർന്നു ചെയ്തു. ലെവിൻ, ഇപ്പോൾ ഒന്നാം ദിവസം തന്നെ ഇത്രമേൽ വിമർശനം വരികയാണെങ്കിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനും അപ്പുറം മൂർച്ച കൂടാൻ തന്നെ ആയിരിക്കില്ലേ സാധ്യത? സേതു, ഇന്ന് ഏതാണ്ട് പൂർണ്ണമായും ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. വൈകുന്നേരം സമയത്ത് മാത്രമായിരിക്കും സംഘടനാ ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമോ അതല്ലെങ്കിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ രാജനോ ആയിരിക്കും ചർച്ചകൾക്ക് മറുപടി പറയുക. ജില്ലയിൽ നിന്നും ഒട്ടേറെ വിമർശനങ്ങൾ, ഇത് സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കും എതിരായിട്ടുള്ള പൊതുവായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങൾ, CPIയുടെ സംഘടനാ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചകൾ ഇന്നുണ്ടാകും. അതിനെല്ലാം സജീവമായ ചർച്ചകൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സേതു, ഓക്കെ ലെവിൻ, ശരി. ഈ CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതു ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലെവിൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വൻ വിമർശനമാണ് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മകൾക്കെതിരെ, മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ പുറമെ CPIക്കെതിരെ, പാർട്ടി സെക്രട്ടറിക്കെതിരെ, ബിനോയ് വിശ്വത്തിനെതിരെ, CPI മന്ത്രിമാർക്കെതിരെ, കെ രാജൻ ഒഴികെ മറ്റ് മന്ത്രിമാരൊക്കെ പരാജയമാണ്. വകുപ്പുകളൊക്കെ നിശ്ചലമാണ്. അങ്ങനെ ഒരു വകുപ്പുകൾ ഉണ്ടോ എന്ന സംശയം ഉണ്ടെന്നൊക്കെ പോലും പറയുന്നു.
CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.